ക്ലാസ്സിൽ നമ്മൾ ജനറേഷന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആയിരുന്നു പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ പവർ സിസ്റ്റം എക്കണോമിക്സ്. അപ്പൊ നമ്മൾ പല ക്ലാസ്സുകളിലും ബിടെക്കിലും പഠിച്ച സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. കുറെ ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കാണാപ്പാഠം പഠിച്ചാലും കുറച്ചൊക്കെ മാർക്ക് കിട്ടും. ഡയറക്റ്റ് അത് വെച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാർക്ക് കിട്ടും. പക്ഷെ കൂടുതലും PSCയിലൊക്കെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ലോഡ് ഫാക്ടർ കുറഞ്ഞിരിക്കണോ കൂടിയിരിക്കണോ. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണപ്പാഠം പഠിച്ചു വെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, അതിന്റെ പുറകിലുള്ള കോൺസെപ്റ്റ്സ് അറിയുവാണെങ്കിൽ നമുക്കത് കാണാപ്പാഠം പഠിക്കേണ്ട. ജസ്റ്റ് അത് എന്താണെന്നുള്ളത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ, ആ ടേം എന്താണ്, എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അവിടുന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്ത് പോവാം. അപ്പൊ ആ ഒരു രീതിയിൽ പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കാണപ്പാഠം പഠിക്കുന്നതിന് പകരം അതിന്റെ എന്താണ്, അത് എന്തുകൊണ്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നല്ലത്, എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പം അതും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുക. അപ്പം ആദ്യമായിട്ട് നമ്മൾ എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം, അതിൽ ആദ്യം അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് എക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല ഫാക്ടേഴ്സും ഉണ്ട്. നമ്മളിപ്പം എത്ര ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് ഈടാക്കണം എന്നുള്ള, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് വെക്കണം, സെലക്ട് ചെയ്യണം എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ തീരുമാനിക്കുക. അപ്പം ഒരു പവർ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അപ്പം അത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നൊന്ന് പറയാമോ? അതായത് നമ്മൾ ഇപ്പം തൽക്കാലം നമ്മളിപ്പോൾ ഒരു തെർമൽ പവർ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ്, ആ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് അല്ലെ പവർ എനർജിക്ക് എത്ര എമൗണ്ട് ഓഫ് മണി നമ്മൾ അതിനെ സെറ്റ് ചെയ്യണം, അല്ലെ എത്ര കോസ്റ്റ് അതിന് വെക്കണമെന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് എന്തൊക്കെ കോസ്റ്റ് അല്ലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്ന് പറയാമോ? ഒന്ന് റണ്ണിങ് കോസ്റ്റ്. റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ എന്തായിരിക്കും അതിന് പറയാ? ഇപ്പൊ തെർമൽ അല്ലാതെ പോലത്തെ ഡീസൽ പവർ പ്ലാന്റോ അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ അതെ, ഫ്യൂവൽ പ്രൈസ്. പിന്നെ ഫിക്സഡ് കോസ്റ്റിൽ എന്തൊക്കെയാണ് വരിക? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ട് കോസ്റ്റേ ഉള്ളൂ. അതിൽ പല ഡിവിഷനിലായിട്ട് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫ്യൂവൽ കോസ്റ്റ് ഒന്നാണ്. പിന്നെ വേറെ ഏതൊക്കെ കോസ്റ്റ് ഉണ്ട്? സെമി ഫിക്സഡ്, ഫിക്സഡ് എന്ന് പറയാണ്ട് ഡയറക്റ്റ് അതിനകത്ത് വരുന്ന കോസ്റ്റ് എന്താന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സെമി ഫിക്സഡ്, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ആയിട്ട് വരുന്നതല്ലേ. അപ്പൊ നമ്മൾ ഒരു ലേമാൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ കോസ്റ്റ് ആയിരിക്കും വരിക എന്നുള്ളത്. അതെ, മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ട്. മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വേറൊരു കോസ്റ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിപ്രീസിയേഷൻ ആയിരിക്കും. അതായത് ആ എക്യുപ്മെന്റ് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു കോസ്റ്റ് കൂടെ എടുക്കും. അതാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു മേജർ ഒരു കോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. അതെന്താണ്? ഫ്യൂവലായി, മെയിൻ്റെനൻസ് കോസ്റ്റ് ആയി, എക്യുപ്മെന്റ് കോസ്റ്റ് ആയി, അതെ, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലേബർ കോസ്റ്റ് വരും. ബാക്കി നമുക്ക് അല്ലാണ്ട് തന്നെ കുറെ ഇതുണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന കോസ്റ്റ്. അപ്പൊ ഇത് നമ്മൾ ഫിക്സഡും വേരിയബിളും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിന്റെ ഇതിലോട്ട് നമ്മൾ ഈ ലോഡ് ഫാക്ടറും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ ബേസിക്കലി ഇത് അതിന്റെ കോസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇത് പിന്നീട് അതിന്റെ ഫിക്സഡ്, വേരിയബിൾ അത് ഏത് ഇതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ആയിട്ട് അതിൽ നിന്ന് കിട്ടും. ഇതിലോട്ട് നമ്മൾ ഈ ലോഡ് ഫാക്ടർ അതിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യമേ ലോഡ് ഫാക്ടർ പറയുന്നതിന് മുന്നേ ആദ്യമേ ലോഡ് എന്താന്ന് നമുക്ക് എന്താ നോക്കാം. എല്ലാവർക്കും അറിയാം, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ അല്ലെങ്കിൽ ജനറേഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഡ്രോ സപ്ലൈ നിന്ന് എടുക്കുന്ന ഒരു സോഴ്സ്, സിങ്ക് അല്ലെങ്കിൽ
ഒരു ഡിവൈസിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു സബ്സ്റ്റേഷനിൽ നിന്ന് പല ടൈപ്പ് ലോഡ് ആയിരിക്കും കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ടാവും എന്ന് പറയാമോ? ഒരു സാധാരണ ഒരു സബ്സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ടൈപ്പ് ലോഡ് ഉണ്ടാവും. ഏകദേശം ഒരു 5-6 ടൈപ്പ്, മെയിനായിട്ട് വരുന്ന ഒരു 5-6 ടൈപ്പ് ലോഡ് ഉണ്ടാവും. അത് ഏതൊക്കെ ടൈപ്പ് ലോഡ് ആയിരിക്കും? ഡൊമസ്റ്റിക് ലോഡ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടാവും? ഇനിയും ഉണ്ടാവും, ഒരു 3-4 ടൈപ്പ് കൂടെ എന്തായാലും ഉണ്ടാവും. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ അല്ലാണ്ട് ഈ കടകളൊക്കെ വരുന്നത് ഇൻഡസ്ട്രിയൽ ലോഡിലല്ല വരുന്നത്. ഇൻഡസ്ട്രിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ആയിട്ട് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുക. കടകളൊക്കെ വരുന്ന ടൈപ്പ് ലോഡിന് പറയുന്ന പേരെന്താണെന്നറിയോ? അതെ, കമേഴ്ഷ്യൽ ലോഡ്. പിന്നെ ഏതൊക്കെ ഉണ്ട്? നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിംഗ് ഒക്കെ ഏത് ടൈപ്പ് ലോഡിലാണ് വരുന്നതെന്ന് അറിയോ? ലൈറ്റിംഗ് ലോഡാണ്, പക്ഷെ അത് കാറ്റഗറി വരുമ്പോഴത്തേക്ക് അഗ്രികൾച്ചറൽ ലോഡുണ്ട്. അപ്പോൾ അല്ലാണ്ട് സ്ട്രീറ്റ് ലൈറ്റിംഗ് വരുന്ന ലോഡ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് അറിയോ? 8B അത് മുനിസിപ്പൽ ലോഡായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ലോഡ് കൂടെ വരുന്നതാണ് ട്രാക്ഷൻ ലോഡ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ലോഡാണ് മെയിനായിട്ട് വരുന്നത്, നമ്മുടെ ലോഡ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസ് ലോഡ് പവർ പ്ലാന്റും പീക്ക് ലോഡ് പവർ പ്ലാന്റും പിന്നെ മാക്സിമം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് കണക്റ്റഡ് ലോഡാണ്. അപ്പം കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആണ്. അതിനകത്ത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എന്തൊക്കെ ലോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള അതായിരിക്കും നമ്മുടെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പവർ പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്ക് ആ പവർ പ്ലാന്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇലക്ട്രിക്കൽ ലോഡിനെയാണ് നമ്മൾ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഇലക്ട്രിക്കൽ ലോഡ് കണക്റ്റഡ് ടു ദ പവർ പ്ലാന്റ്, ഇതിനായിരിക്കും നമ്മൾ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി ബേസ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബേസ് ലോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസ് ലോഡ് പവർ പ്ലാന്റ് പഠിച്ചായിരുന്നു. അപ്പോൾ ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ ലോഡിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? അതെ, സഫീർ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 24/7, അതായത് വേരിയിങ് അല്ലാണ്ട്, ടൈം വേരിയിങ് അല്ലാണ്ട് ഫിക്സഡ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ആ പവർ സിസ്റ്റം ആ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ലോഡിനെയാണ് നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ലോഡ് ദാറ്റ് ഒരു ദിവസം എടുക്കുവാണെങ്കിൽ നമുക്ക് ഹോൾ ഡേ എന്ന് പറയാം. അതിനാണ് ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഇനി പീക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് വരുന്ന മാക്സിമം ലോഡിനെയാണ്, അതിനെയാണ് നമ്മൾ പീക്ക് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേരിയബിൾ ലോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ വലിയ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് വേരി ചെയ്യുന്ന ആ ലോഡ്, അതായത് ആ പീക്ക് ലോഡും ബേസ് ലോഡും തമ്മിൽ അത് വ്യത്യാസം വരുന്നത് ഈ വേരിയബിൾ ലോഡ് വരുമ്പോഴാണ്. അപ്പോൾ ആ വേരി ചെയ്യുന്ന ആ ലോഡിന്റെ പാർട്ടിനെയാണ് നമ്മൾ വേരിയിങ് ലോഡ് എന്ന്
അല്ല വേരിയബിൾ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ആവറേജ് ലോഡ്. ആവറേജ് ലോഡിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഏതൊരു ടേമിന്റെയും ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണ്? അതിനകത്തെ ലോഡ് ഡിവൈഡ്, എന്ത് സാധനമാണോ അതിന്റെ ആവറേജ് എടുക്കേണ്ടത് അത് ഡിവൈഡ് ബൈ ആ ടൈം അല്ലേ? അതെ. അപ്പം ലോഡ് ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പീരിയഡ് ആയിരിക്കും അടിയിൽ വരേണ്ടത്. അപ്പം ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഒക്കറിങ് ഓൺ ദി സ്റ്റേഷൻ ഡിവൈഡഡ് ബൈ ആ പീരിയഡ്, അതിനാണ് നമ്മൾ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ സൈഡിൽ ഒരു ഫിഗർ, എൻ്റെ ഒരു ഗ്രാഫ് ഇട്ടിട്ടുണ്ട്, ലോഡ് കർവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ബേസ് ലോഡ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതിന്റെ ബേസ് ലോഡ് എന്ന് പറയുന്നത് ഇത്രയും ലോഡ് ആയിരിക്കും അതിന്റെ ബേസ് ലോഡ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ലോഡ് എന്ന് പറയുന്നത് 24 അവേഴ്സും ഉണ്ട്. 12 AM to 12 PM, 12 AM to 12 AM, ആ ഒരു റൗണ്ട് ദ ക്ലോക്ക് ഒരു 24 അവേഴ്സ് ആ ലോഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ പീക്ക് ലോഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന ആ ഒരു ഇൻസ്റ്റന്റ് വരുന്ന ലോഡിനെയാണ് നമ്മൾ പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അത് ഈ ഒരു 6 PM എന്ന് പറയുന്ന സമയത്തായിരിക്കും നമുക്ക് അതിന്റെ പീക്ക് ലോഡ് വരുന്നത്. ഓക്കെ, ആവറേജ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന്റെ പീരീഡ് വെച്ച്, അതായത് 24 അവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആവറേജ് ലോഡ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇനി പതുക്കെ ഇതിന്റെ കാൽക്കുലേഷൻ അല്ലെ പ്രോബ്ലമാറ്റിക് അതിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ഇതൊരു വീട്ടിലെ കുറച്ച് ലോഡ് എക്യുപ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് ഓരോന്നിന്റെ, അത് എത്ര നേരം ഉപയോഗിക്കുന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പം തന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ക്വാണ്ടിറ്റി വോൾട്ടേജ് അവേഴ്സ്. ഏത് അപ്ലയൻസ് ആണോ ആ അപ്ലയൻസിന്റെ പേര് തന്നിട്ടുണ്ട്, അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ള ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഓരോന്നിന്റെയും വോൾട്ടേജ്, ഓരോന്നിന്റെയും വോൾട്ടേജ് തന്നിട്ടുണ്ട്, പിന്നെ അത് എത്ര നേരം ഉപയോഗിക്കുന്നുള്ള അവേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ കണക്റ്റഡ് ലോഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഈ വീട്ടിലുള്ള ടോട്ടൽ കണക്റ്റഡ് ലോഡ് കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിക്കാവോ? ടോട്ടൽ കണക്റ്റഡ് ലോഡ് ആർക്കെങ്കിലും കിട്ടിയോ? ജിൻസി, അജയ്, കറക്റ്റ് ആൻസർ 3565. എല്ലാവർക്കും കിട്ടിയായിരുന്നോ? അതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് ടോട്ടൽ കണക്റ്റഡ് ലോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഓരോന്നിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. അപ്പം ആദ്യത്തെ 20 വാട്ട് ട്യൂബ് ലൈറ്റ് ആണ്, അത് ഈ 20 വാട്ടിന്റെ 5 ഉണ്ട്. അപ്പൊ അവിടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 വാട്ടിന്റെ 5 എന്ന് പറയുമ്പോൾ 20 × 5 100 വരും. അപ്പൊ അടുത്തത് വരുമ്പം 10 വാട്ട് ബൾബ് 3 ഉണ്ട്, അപ്പം 3 × 10 30 വരും. അപ്പൊ ഓരോന്നും അതേപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവസാനം ടോട്ടൽ ആഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് 3565 വാട്ട്സ് എന്ന് വരും. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്.
ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് എനർജി, ഒരു ദിവസം ഉണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റ്, എനർജിയുടെ കോസ്റ്റ്. അതിൽ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 2.5 രൂപയാണ്, 2.5 റുപ്പീസ് ആണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഉണ്ടായ ടോട്ടൽ എനർജി കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ എനർജി കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം ടോട്ടൽ എനർജി എത്ര കൺസ്യൂംഡ് ആയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറും ടൈമിന്റെയും ടേംസിൽ നമ്മൾ പറയുമ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. അപ്പം ഇതിലെ പവർ എന്ന് പറയുന്നത് ഓരോന്നിന്റെ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, കാരണം ഓരോന്നിനും അത് യൂസ് ചെയ്ത ടൈം സെപ്പറേറ്റ് ആണ്, വ്യത്യാസമുണ്ട്. അതായത് 20 വാട്ട് ട്യൂബ് ലൈറ്റ്, 10 വാട്ട് ബൾബ്, സീലിംഗ് ഫാൻ, ഇതൊക്കെ 8 hours ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ എക്സോസ്റ്റ് ഫാൻ നോക്കുവാണെങ്കിൽ 2 അവർ, ടി വി നോക്കുവാണെങ്കിൽ 6 hours, ലാപ്ടോപ്പ് 2 അവർ, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പം ഓരോന്നിന്റെ സെപ്പറേറ്റ് എനർജി കണ്ടുപിടിക്കണം. അപ്പൊ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ്. അപ്പം ട്യൂബ് ലൈറ്റിന്റെ ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം 20 ആണ്. അപ്പം അത് ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം ടോട്ടൽ വാട്ട്സ് 100, സോറി, ട്യൂബ് ലൈറ്റിന്റെ 100 വാട്ട്സും 8 അവേഴ്സും ആണ്. അപ്പം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം. അപ്പൊ 100 വാട്ട് ഇൻറ്റു 8 അവർ എന്ന് പറയുമ്പം 800 വാട്ട് അവർ എന്ന് പറയും. അപ്പം ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ അടുത്തത് വരുമ്പോൾ 30 വാട്ട്സ് ഇൻറ്റു 8 അവേഴ്സ് വരും, അത് 240 വാട്ട് അവർ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടല് നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, ഓക്കെ, ഞാനൊന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ വാട്ട് അവർ ഒന്ന് ആദ്യം എത്ര എന്ന് പറയാമോ? വാട്ട് അവർ കിട്ടിയത് ആ 9570. അതിൽ നിങ്ങൾ ചെറിയൊരു മിസ്റ്റേക്ക് എല്ലാവരും ചിലർ വരുത്തിയിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഈ 9570 എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ അല്ല, അത് വാട്ട് അവർ ആണ് കേട്ടോ. ഇത് കിലോ വാട്ട് അവർ അല്ല. ടോട്ടൽ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 9570 വാട്ട് അവർ എന്ന് വരും. ഓക്കെ, അപ്പൊ 9570 വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരിക? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1000 വാട്ട് അവറിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 9570 വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 9.57 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 9.57 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ച് വേണം നമ്മൾ ആ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ച് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അത് എത്ര വരും ടോട്ടൽ കോസ്റ്റ് ഓഫ് എനർജി?
23.925 കറക്റ്റ് ആൻസർ ആണ്. അതിൽ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും സ്റ്റെപ്പിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരു യൂണിറ്റിന് 2.5 റുപ്പീസ് ആണ്. അപ്പോൾ 9.57 യൂണിറ്റ്സിന് 9.57 ഇൻറ്റു 2.5 അത്രയും രൂപയായിരിക്കും നമുക്ക് ടോട്ടൽ വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ കണക്റ്റഡ് ലോഡും ടോട്ടൽ കോസ്റ്റ് ഓഫ് എനർജിയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഒരു ദിവസത്തെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പവർ സ്റ്റേഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പം പവർ സ്റ്റേഷനിലെ പല ടൈം പീരീഡിലെ പല ലോഡ് തന്നിട്ടുണ്ട്. പവർ സ്റ്റേഷൻ ഹാസ് ദ ഫോളോയിങ് ഡെയിലി ലോഡ് സൈക്കിൾ. അപ്പോൾ അത് 6 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24, 24 to 6 ഇത്രയും ടൈം ഡ്യൂറേഷനിൽ അതിൻ്റെ ലോഡ് തന്നിട്ടുണ്ട്. വേരിയിങ് ലോഡാണ്. അപ്പം ആദ്യത്തെ ചോദിച്ചേക്കുന്ന പ്ലോട്ട് ദ ലോഡ് കർവ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലോഡ് കർവ് ചില ക്വസ്റ്റ്യനിൽ ഒരു റഫ് ആയിട്ടൊന്ന് പ്ലോട്ട് ചെയ്താലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് അതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഡയറക്റ്റ് ലോഡ് കർവ് ഇല്ലാണ്ട് തന്നെ ചെയ്ത് പോവാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇത്തിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ ആദ്യം ഇത്തിരി സമയം എടുത്ത് തന്നെ നിങ്ങൾ ലോഡ് കർവ് വരച്ച് ചെയ്യുക. ഒരു 4-5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലായിക്കോളും. നിങ്ങൾക്ക് ആ ലോഡ് കർവ് വരയ്ക്കാണ്ട് നിങ്ങൾ ആ ഡ്യൂറേഷനിൽ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് കർവ് ഒന്ന് വരയ്ക്കുക. ലോഡ് കർവ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ എനർജി, ടോട്ടൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ 4 എന്ന് എടുത്തോ കേട്ടോ. അപ്പോൾ ഒരു യൂണിഫോം ഇന്റർവൽ ആവുമല്ലോ. ഈ 6-ന് പകരം അത് 4 എന്ന് എടുത്തോ കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ തെറ്റായിരുന്നത്. അപ്പോൾ എല്ലാവരും 4 hours ഇന്റർവൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് 2 കർവ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കൺഫ്യൂസിങ് ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് 2 ഇതിനകത്ത് തന്നെ എടുത്ത് ഇട്ടത്. അപ്പൊ ചിലപ്പം വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കർവ് തന്നിട്ട് അത് എന്ത് കർവാന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കർവാണ് ലോഡ് കർവ് എന്ന് പറയുന്നത്. പക്ഷെ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഇല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവുമായിരിക്കും. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ലോഡ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കൺസംഷൻ വരുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ ലോഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ഒന്ന് വരച്ചു നോക്കാം നമ്മൾ. അപ്പോൾ ലോഡ് കർവ് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസിൽ 0 അവർ തൊട്ടാണ് നോർമലി ഒരു കൺവെൻഷൻ അനുസരിച്ച് എടുക്കുക. ഇതിനകത്ത് 4 hours 4 to 8 അല്ലെ 4 AM to 8 AM എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എടുക്കുമ്പോൾ നമ്മൾ 0 തൊട്ടാണ് എടുക്കുക.
അതായത് 0 എന്ന് പറഞ്ഞാൽ 24 hours നമ്മൾ 0 to 4 എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം 0 തൊട്ട് നമ്മൾ തുടങ്ങുക, നമ്മൾ 4ന്റെ ഇന്റർവെൽസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 0 to 4 അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് 20 മെഗാവാട്ട് ആണ് അല്ലേ? ലോഡ് മെഗാവാട്ട് ടൈം അവർ. ഓക്കെ, അപ്പോൾ 0 to 4 വരുന്നത് 20 മെഗാവാട്ട് ആണ്. ഇനി 4 to 8 വരുന്നത് 20 മെഗാവാട്ട് സെയിം ആണ്. 8 to 12 വരുമ്പോഴത്തേക്ക് അത് 40 ആയി. 12 to 16 വരുമ്പോൾ അത് 60 ആയി. 16 to 20 വരുമ്പോഴത്തേക്ക് വീണ്ടും അത് 20 ആയി. 20 to 24 വരുമ്പോഴത്തേക്ക് അത് 50 ആയി. ഇതാണ് നമ്മുടെ ലോഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോഡ് ഡ്യൂറേഷൻ കർവ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഇത് തമ്മിലുള്ള വ്യത്യാസം. ലോഡ് ഡ്യൂറേഷൻ കർവ് അറിയോ? ആർക്കെല്ലാം അറിയോ? ഓക്കെ, അപ്പൊ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, അത് ലോഡ് വിത്ത് റെസ്പെക്ട് ടു ഡ്യൂറേഷൻ ഓഫ് നമ്പർ ഓഫ് അവേഴ്സ് ആണ്. അത് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിൽ വരയ്ക്കണോ ഡിസെൻഡിങ് ഓർഡറിൽ വരയ്ക്കണോ? സാധാരണ കൺവെൻഷണൽ ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഓർഡറിലാണ് വരയ്ക്കാറ്? ഡിസെൻഡിങ് ഓർഡർ തന്നെ. അപ്പം കർവ് ഡ്രോൺ ബൈ മാർക്കിംഗ് ദ ലോഡ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അപ്പം നമ്മൾ ഇതിനകത്ത് ലോഡ് ഡ്യൂറേഷൻ കർവ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ലോഡ് എടുത്ത് അതിന്റെ താഴെ അതിന്റെ ഡ്യൂറേഷൻ വരയ്ക്കുക. നമ്മൾ ടൈം നോക്കുന്നില്ല, പീരീഡ് വെച്ചാൽ 4 to 8, 8 to 12 ആ ഒരു ടൈം നോക്കുന്നില്ല. പക്ഷെ പീരീഡ് നോക്കും, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ ആണെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ, പീരീഡ് നോക്കുന്നില്ല. അപ്പം ഏറ്റവും ലോഡ് കൂടിയ സാധനം നമ്മൾ ആദ്യം വരയ്ക്കുക. അപ്പൊ ഏറ്റവും ലോഡ് കൂടിയ സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 60 മെഗാവാട്ട് ആണ് അല്ലെ? അപ്പം ആദ്യത്തെ 60 മെഗാവാട്ട് ആണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 hours ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം 4 hours ആയതുകൊണ്ട് എനിക്ക് ഈക്വൽ ആയിട്ട് അങ്ങ് 4ന്റെ മൾട്ടിപ്പിൾസിൽ അങ്ങ് ഇട്ട് പോയാൽ മതി. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ 60 മെഗാവാട്ട് ആണ്. അത് 4 മണിക്കൂർ നേരം നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത് 50 മെഗാവാട്ട് ആണ്. അതും 4 hours നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് 40 മെഗാവാട്ട്സ് ആണ്. അതും 4 hours നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എത്രയാ? 60 ആയി, 50 ആയി, 40 ആയി. ഇനി 20ന്റെ 3 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 20ന്റെ 3 ആകുമ്പോഴത്തേക്ക് 3 ഇന്റർവെല് 1, 2, 3 ഇന്റർവെല് നമ്മൾ 20 വരയ്ക്കുക. അപ്പൊ ഈ ഒരു കർവിനെയാണ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്ന കർവ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനിയും യൂണിറ്റ്സ് ജനറേറ്റഡ്, അതായത് എനർജി ജനറേറ്റഡ് പെർ ഡേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ലോഡ് കർവിന്റെ അടിയിൽ വരുന്ന ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബൈ ഡെഫിനേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പൊ നമ്മളൊരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ റെക്ടാങ്കിളിലെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനാണ് നമ്മൾ റെക്ടാങ്കിളിലെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെക്ടാങ്കിളിലെ ലെങ്ത് എന്ന് പറയുന്നത് പവറും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടൈമും ആണെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്ന എനർജി എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലോഡ് കർവിന്റെ അടിയിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടുമെന്ന് പറയാനുള്ള റീസൺ. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. റെക്ടാങ്കിൾ പല റെക്ടാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇതിപ്പോ ഒരു റെക്ടാങ്കിൾ വരുമ്പോൾ 8 വരും, താഴെ 8 സെന്റിമീറ്റർ അല്ല 8 യൂണിറ്റ്സ് വരും, മേളിൽ 20 വരും. അപ്പം 160 ആണ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഏരിയ വന്ന് 4 ഇൻറ്റു 40 വരും, ഇത് 160 വരും. ഇതിന്റെ ഏരിയ വന്ന് 4 ഇൻറ്റു 60 240 വരും. ഇത് വന്ന് 4 ഇൻറ്റു 20 80 വരും. ഇത് വരുമ്പം താഴെ 4 മേളില് 50, അപ്പൊ 200 വരും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 840 മെഗാവാട്ട് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. അപ്പൊ അതിനകത്ത് ഓരോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യമേ നമ്മൾ നോക്കുന്ന ഫാക്ടറാണ് ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന്റെ തിയറിറ്റിക്കൽ അതിനകത്ത് ഫോർമുല ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത്? ഡിമാൻഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്, MD ബൈ CL. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാവോ അത് വെച്ചിട്ട്? എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി അതിന്റെ ഇതിലോട്ട് പോവാം. ഓക്കെ, അത് 0.5 തന്നെയാണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. റെസിഡൻസ് ഹാവിംഗ് 6,000 വാട്ട് എക്യുപ്മെന്റ് കണക്റ്റഡ് ഹാസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 3,000 വാട്ട്. ഡിമാൻഡ് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ്. അപ്പൊ മാക്സിമം ഡിമാൻഡ് അതിൽ 3,000, കണക്റ്റഡ് ലോഡ് 6,000 ആയിരുന്നു. അപ്പം അത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് 0.5 അല്ലെങ്കിൽ 1/2 എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഡിമാൻഡ് ഫാക്ടറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ചൊരു കോൺസെപ്റ്റുവൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ കുറഞ്ഞിരിക്കണോ കൂടിയിരിക്കണോ എത്ര വരും എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് നോക്കാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഏത് റേഞ്ചിലായിരിക്കും ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ വരിക എന്നുള്ളത് അറിയോ? <1, <1, =1. ഓക്കെ, ലെസ് ദാൻ 1 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പ്രോബബിലിറ്റി ഉള്ള ഒരു വാല്യൂ ആണ് ഈക്വൽ ടു വൺ വരുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് ലെസ് ദാൻ വൺ വന്നതെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മാക്സിമം ഡിമാൻഡ്, ഇപ്പം നമ്മുടെ വീട് തന്നെ എടുക്കുക. നമ്മുടെ വീട്ടിൽ കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ AC ഉണ്ടാവും, ഹീറ്റർ ഉണ്ടാവും, മൈക്രോവേവ് ഓവൻ ഉണ്ടാവുമായിരിക്കും, പിന്നെ മിക്സി ഉണ്ടാവുമായിരിക്കും, ഗ്രൈൻഡർ ഉണ്ടാവുമായിരിക്കും, അങ്ങനെ പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ എക്യുപ്മെന്റ്സിന്റെ എല്ലാം കൂടെ ടോട്ടൽ ലോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് കണക്റ്റഡ് ലോഡ് വരിക. പക്ഷെ നമ്മൾ ഈ കണക്റ്റഡ് ലോഡ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അത്രയും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഫുൾ ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പോലും എല്ലാ ലൈറ്റും ഫാനും പോലും നമ്മൾ ചിലപ്പം ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പം ഈ മാക്സിമം ഡിമാൻഡ് വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്ന ആ ഒരു ലോഡിനെയാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് ഓൺ ചെയ്തിടുവാണെങ്കിൽ അന്നേരം നമ്മുടെ കണക്റ്റഡ് ലോഡും നമ്മുടെ മാക്സിമം ഡിമാൻഡും സെയിം ആയിട്ട് വരും. അന്നേരം നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ പല എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ എക്യുപ്മെന്റ്സിന്റെ എല്ലാം കൂടെ ടോട്ടൽ വാട്ടേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പം നമുക്ക് മാക്സിമം ആയിട്ട് നമുക്ക് വരുന്ന ആ ഒരു കൺസംഷനെയാണ്, വാട്ടേജ് കൺസംഷനെയാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ എക്യുപ്മെന്റ്സും, നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമ്മുടെ കണക്റ്റഡ് ലോഡും മാക്സിമം ഡിമാൻഡും സെയിം ആയിട്ട് വരുള്ളൂ. അന്നേരം നമുക്ക് നമ്മുടെ ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ 1 ആയിട്ട് വരത്തുള്ളൂ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതായത് എല്ലാ എക്യുപ്മെന്റ്സും ഉപയോഗിച്ചില്ലെങ്കിൽ അതിനകത്ത് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദി കണക്റ്റഡ് ലോഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് ഈക്വൽ ടു 1 വരുന്നത് ഓൺലി ഇഫ് ദി മാക്സിമം ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ദി കണക്റ്റഡ് ലോഡ്. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ അതിന്റെ മാക്സിമം ഡിമാൻഡ് ഫാക്ടറിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 വരത്തുള്ളൂ. ഇനി ഈ ഡിമാൻഡ് ഫാക്ടർ നമ്മൾ എന്തിനാ കണ്ടുപിടിക്കേണ്ടത്? അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസ് ഉണ്ട്. ഇത് ഒരു ഡിസൈൻ പർപ്പസിൽ, സിസ്റ്റം ഡിസൈൻ, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡിമാൻഡ് ഫാക്ടറിന് ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു യൂസ് ഉണ്ട്. അപ്പം അതെന്താണെന്നറിയോ? എന്തിനാണ് ഡിമാൻഡ് ഫാക്ടർ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? കോസ്റ്റ് മിനിമൈസ് ആവാനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷെ എക്സാക്ട് കാരണം എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഏറെക്കുറെ അടുത്ത് നിന്ന് പ്ലാൻ കപ്പാസിറ്റി അല്ല, വേറൊരു കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പൊ അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ഫീഡർ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കണ്ടക്ടേഴ്സിന് ഒരു പർട്ടിക്കുലർ ആംബിയർ കപ്പാസിറ്റി ഉണ്ടാവും. ലോഡിനനുസരിച്ചുള്ള ആംബിയർ കപ്പാസിറ്റി ആയിരിക്കും ഈ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്. അതെ, പ്ലാന്റ് എക്യുപ്മെന്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടക്ടേഴ്സിന് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിന്റെ കണ്ടക്ടറിന്റെ സൈസും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ ഈ മെയിൻസ് അല്ലെങ്കിൽ പാനലിൽ വരുന്ന സബ് പാനലോ അല്ലെങ്കിൽ മെയിൻ സബ് മെയിനോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഡിമാൻഡ് ഫാക്ടർ അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പൊ ഒരു പാനലിലെ ലോഡ് എന്ന് പറയുന്നത് 500 kVA ആന്ന് വെച്ചോ. അപ്പൊ അതിന്റെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 0.8 ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലെ ആ കേബിളിന്റെ, ഫീഡർ കേബിളിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് 500 ഇൻറ്റു 0.8 400 kVAക്ക് നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി. ഈ സെയിം സാധനം നമ്മൾ 500 kVAക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സാധനമാണെങ്കിൽ നമുക്ക് ഒരു തൗസൻഡ്സിലൊക്കെ നമുക്ക് കോസ്റ്റ് ഇൻക്രീസ് ആവുള്ളൂ. പക്ഷേ ഈ KVAയുടെ എമൗണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ലാക്സ് അല്ലെങ്കിൽ 10 lakhs ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക്
അത്രയും ഡിഫറൻസ് വരിക. പിന്നെ അതിന്റെ നീളം കൂടുന്ന കേബിളിന്റെ ലെങ്ത് കൂടുന്നതോളം അതിന്റെ കോസ്റ്റ് പിന്നെയും കൂടത്തേ ഉള്ളൂ. അപ്പം കറക്റ്റ് ഏകദേശം നമുക്കൊരു ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് ആ കോസ്റ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ ഡിമാൻഡ് ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഓരോ പ്ലാന്റിന്റെ ഓരോ എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ആ ഒരു റേറ്റിംഗ് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ എല്ലാ എക്യുപ്മെന്റും ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫ്യൂസ് അപ്പൊ തന്നെ അടിച്ചു പോകും. അപ്പൊ അത്ര ആംബിയർ അത് ചിലപ്പോൾ നമ്മൾ ഫ്യൂസിന് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഉള്ളൂ ഒരു ഒപ്റ്റിമലായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുള്ള ഒരു കണക്ക് വെച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിമാൻഡ് ഫാക്ടർ നമ്മൾ ഈ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ടേം ആണ് നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ലോഡ് ഫാക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്നറിയോ? അതെ, ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബാക്കി ഇതേപോലത്തെ കോൺസെപ്റ്റ്സിലോട്ട് പോവാം. അപ്പൊ ഇത് നമ്മൾ നെറ്റ്വർക്ക് ചെയ്ത പോലെ മിക്ക ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ തൽക്കാലം ഇതിൽ നെറ്റ്വർക്ക് ചെയ്ത പോലെ നമുക്ക് കോംപ്ലക്സ് ടേംസ് ഒന്നും വരാത്തതുകൊണ്ട് ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫോണിന്റെ മൊബൈലിലെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് പിന്നീട് ഒബ്ജക്റ്റീവ് വരുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കാൽക്കുലേറ്റർ ജസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. മെഗാവാട്ട് അവർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്റെ റഫ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് 100 മെഗാവാട്ട് ആണ്. ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട് 40% ആണ്. അപ്പൊ ലോഡ് ഫാക്ടർ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് മാറ്റി ഡെസിമൽ ആക്കുമ്പോൾ 40/100 ഇസ് ഈക്വൽ ടു 0.4 എന്ന് വരും. അപ്പൊ നമ്മൾ നേരത്തെ നോക്കി ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ ഇതിൽ മാക്സിമം ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട് 100 മെഗാവാട്ട് ആണ്. ആവറേജ് ലോഡ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതിന് നമുക്ക് ആവറേജ് ലോഡ് കിട്ടും. അപ്പൊ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4 ആണ് അല്ലെ. അപ്പൊ ഇസ് ഈക്വൽ ടു 40 മെഗാവാട്ട് എന്നുള്ളതാണ് നമ്മുടെ ആവറേജ് ലോഡ്. ഇനി ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ എനർജി ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ആ പീരീഡ് ആണ് നമ്മൾ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം അത് എന്ന് പറയുന്നതാണ് 40 മെഗാവാട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ഉണ്ട്. അപ്പം ഓരോ മണിക്കൂറും ഉണ്ട്, ആ മണിക്കൂർ കൗണ്ട് ചെയ്യണം. അപ്പം 24. അപ്പൊ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 40 മെഗാവാട്ട് ഡേയ്സ് എന്ന് നമ്മൾ പറയത്തില്ല, 40 മെഗാവാട്ട് അവർ അല്ലെ കിലോവാട്ട് അവറിലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ അവറിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടോട്ടൽ എനർജി ജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മെഗാവാട്ട് ഇൻറ്റു 365 ഇൻറ്റു 24 എന്ന് വരും. ഇത്രയും മെഗാവാട്ട് അവർ ആയിരിക്കും നമുക്ക് വരിക. ഇതായിരിക്കും നമുക്ക് 350400 മെഗാവാട്ട് അവർ എന്ന് വരുന്നത്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ലോഡ് ഫാക്ടറിൽ നമ്മൾ ഡിമാൻഡ് ഫാക്ടറിൽ അതിന്റെ വാല്യൂസ് നോക്കി. അപ്പൊ അതേപോലെ നമ്മൾ ലോഡ് ഫാക്ടറിൽ അതിന്റെ വാല്യൂസ് നോക്കാം. ലോഡ് ഫാക്ടറിൽ പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ഏത് റേഞ്ചിലായിരിക്കും വാല്യൂസ് വരിക?
അതെ, നിന്റെ രഞ്ജിത്തും പറഞ്ഞ പോലെ ഇതിന്റെ വാല്യൂസ് വരുന്നത് <<1 > 1 ആയിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ ഡിമാൻഡ് ഫാക്ടറിൽ അതൊരു 1 വരുന്ന പോലെ ഉള്ള കണ്ടീഷൻ ഇതിലും വരാം. അപ്പൊ അതും പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അതെപ്പോഴാണ് വരിക? ആവറേജ് ലോഡ് ഇസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ്. ആ ഒരു കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കാണ് ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 വരിക. ഓക്കെ, അപ്പം ഇനി അടുത്ത എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലോഡ് ഫാക്ടർ ഓഫ് ഏത് വാല്യൂ, ലോഡ് ഫാക്ടർ കൂടി നിൽക്കുന്നതാണോ കുറഞ്ഞു നിൽക്കുന്നതാണോ, അത് ഏതൊരു കണ്ടീഷൻ ആണ് ബെസ്റ്റ് എന്നുള്ള കണ്ടീഷൻ ആണ് അടുത്ത ഒരു കോൺസെപ്റ്റ് നോക്കുക. അപ്പൊ ലോഡ് ഫാക്ടർ കൂടി നിൽക്കുന്നതാണോ കുറഞ്ഞു നിൽക്കുന്നതാണോ നല്ലത്? അതെ, കറക്റ്റ് ആണ്. അപ്പൊ ഹയർ ലോഡ് ഫാക്ടർ ആണ് എപ്പോഴും പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മളൊന്ന് നോട്ട് ചെയ്തേക്കാം, ഹയർ ലോഡ് ഫാക്ടർ ഈസ് പ്രിഫേർഡ്. ഓക്കെ, അപ്പൊ നമ്മളൊരു പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ നോക്കി, നമുക്ക് പവർ പ്ലാന്റിൽ നമുക്ക് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വേരിയേഷൻ, ലോഡ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലോഡ് വേരിയേഷൻ നമുക്ക് അതിനകത്ത് അതിൽ നിന്ന് നമുക്ക് ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ ഗേറ്റ് അഡ്ജസ്റ്റ്, മറ്റേ വാട്ടർ ഡാമിന്റെ ഗേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആ വെള്ളം ചിലപ്പോൾ കിലോമീറ്റേഴ്സ് മാറിയായിരിക്കും നമ്മൾ ആ ഡാമും ജനറേറ്റിംഗ് സ്റ്റേഷനും. അപ്പൊ അത്രയും കിലോമീറ്റേഴ്സ് ഈ വെള്ളം വന്ന് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലേ അവിടെ ജനറേഷൻ നടക്കുകയുള്ളൂ. അതേസമയം തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ ഫ്യൂവൽ ആഡ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇലക്ട്രിസിറ്റി എനർജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ പവർ പ്ലാന്റും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സൗകര്യത്തിന് ഈ പവർ ജനറേഷൻ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ലെവലിൽ, അതായത് കൺസ്യൂമർ ഡിമാൻഡ് എപ്പോഴും ഏകദേശം ഒരു കോൺസ്റ്റന്റ് ഇതിൽ നിൽക്കുകയാണെങ്കിൽ ആ ലോഡ് ഫാക്ടറും ഏകദേശം ഒരു അളവിൽ വരും. അതായത് ആവറേജ് ലോഡും ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ആവറേജ് ലോഡും ആ ഏരിയയിലുള്ള ആൾക്കാരുടെ മാക്സിമം ഡിമാൻഡ് ഏകദേശം സെയിം ആണെങ്കിൽ ഈ ഒരു അവിടെ ഉള്ള ജനറേറ്റിംഗ് പ്ലാന്റ് ഒരേ ഇതിൽ വർക്ക് ചെയ്താൽ മതി. അത് ജനറേറ്റിംഗ് പ്ലാന്റ് അവർക്ക് ജനറേറ്റിംഗ് പ്ലാന്റ് വരുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ജനറേഷൻ പുറത്തുനിന്ന് ലോഡ് ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജനറേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അന്നേരം ഒന്നെങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ലോഡ് ഷെഡിങ് നടത്തേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന് പുറത്തുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഓരോ ടൈം പീരീഡിലും ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിന് അവരൊരു ചാർജ് വെക്കാറുണ്ട്. അപ്പൊ ഈ പീക്ക് ലോഡ് പീരീഡിൽ ഉപയോഗിക്കുന്നതിന് കുറച്ച് എക്സ്ട്രാ ചാർജ് വെക്കാറുണ്ട്, ഓഫ് പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്നതിന് സെപ്പറേറ്റ് ചാർജ്, കുറച്ച് ലോവർ ചാർജ് ആയിരിക്കും ആ ഓഫ് പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്നതിന്. അപ്പൊ നമ്മുടെ കയ്യിലെല്ലാം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ആമസോൺ അലക്സ പോലത്തെ ഓരോ സ്മാർട്ട് എക്യുപ്മെന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അത് വെച്ച് നമുക്ക് AC കൺട്രോൾ ചെയ്യാം, പല എക്യുപ്മെന്റ്സും കൺട്രോൾ ചെയ്യാം, സ്മാർട്ട് ഡിവൈസസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നേരത്തെ ഈ വാഷിംഗ് മെഷീൻ ഇപ്പോൾ നമ്മളിപ്പം പീക്ക് ലോഡ് ടൈമിൽ ഉപയോഗിക്കാണ്ട് നേരത്തെ നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. അപ്പൊ അതങ്ങ് ടൈം എത്തുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അത് തുണി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അതങ്ങ് ഓഫ് ആയിട്ടിരുന്നോളും. നമ്മളത് ജസ്റ്റ് അത് ടൈമർ സെറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതിയാവും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് പീക്ക് ലോഡ് ടൈമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഇൻസെന്റീവ് ഉണ്ട്. ആ ഒരു അത്രയും പീക്ക് ലോഡ് ടൈമിൽ ഉപയോഗിക്കുന്നതിന്റെ അത്രയും ടാരിഫ് അവർക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പൊ ഈ പീക്ക് ലോഡ് ടൈമിലുള്ള ലോഡ് ഓഫ് പീക്ക് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ ഏകദേശം ഒരു സ്മൂത്ത് ആയിട്ടെന്നുള്ള രീതിയിൽ പോകും, വലിയ ചേഞ്ചസ് ഒന്നും വരാണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ യൂട്ടിലിറ്റീസ്, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അവർ ചെയ്യുന്നത് ഇതേപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഹയർ ലോഡ് ഫാക്ടർ പ്രിഫർ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പം ജനറേഷൻ അത് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഹയർ ലോഡ് ഫാക്ടർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇനി ലോഡ് ഫാക്ടർ ഓഫ് 1 നമുക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്താ പറയാ, എപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജ് ആവണോ നിർബന്ധമില്ല, ഫുള്ളി അഡ്വാൻറ്റേജസ് ആവണമെന്ന്. അതായത് നമ്മളിപ്പോ ഒരു പവർ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇപ്പം ഒരു
സബ്സ്റ്റേഷൻ നേരെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അതായത് ആ സബ്സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന ലോഡ് ഫുള്ള് ജനറേറ്റ് ചെയ്യുന്ന പവർ ഫുള്ള് ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണ് ഫീഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ആ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലെ ലൈറ്റും ഫാനും എല്ലാ എക്യുപ്മെന്റും 24 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ലോഡ് ഫാക്ടർ 1 ആയിരിക്കും അല്ലെ. അതായത് ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ എല്ലാം ഈ സബ്സ്റ്റേഷൻ വഴി ഈ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് വലിയൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പൊ അതിൽ വരുന്ന സപ്ലൈ ഫുള്ള് വരുന്നത് ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് മാത്രമാണ്. ആ ജനറേറ്റിംഗ് സ്റ്റേഷൻ വേറെ ഒരു ബിൽഡിങ്ങിലോട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പം ഇത് ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഇതനുസരിച്ചായിരിക്കും, ലോഡ് യൂസേജ് അനുസരിച്ചായിരിക്കും. അപ്പം ഈ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലുള്ള എല്ലാ എക്യുപ്മെന്റും ഫുൾ ടൈം ഒരു ദിവസത്തെ ഫുൾ ടൈം ഓണായി കിടക്കുവാണെങ്കിൽ അവിടുത്തെ ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു നല്ല കാര്യം ആവണമെന്നില്ല. കാരണം അത് അത്രയും യൂണിറ്റ് അത്രയും അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞ യൂണിറ്റിൽ ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 എത്തിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും ബെനിഫാക്ടറി ആവുന്നത്. അപ്പൊ അത് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 വിത്ത് ലോവസ്റ്റ് എനർജി കൺസംഷൻ. ഇതാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജനറലി പറയുവാണെങ്കിൽ ഹയർ ലോഡ് ഫാക്ടർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ലോഡ് ഫാക്ടർ 1 ആണെങ്കിൽ അത് ഈ ഒരു കേസും വരാം. അതായത് ഫുള്ളി ഒരു ബിൽഡിംഗ് അത് ഫുള്ളി ഇതേപോലെ നമ്മൾ ഓപ്പറേഷനിലാണെങ്കിൽ എല്ലാ എക്യുപ്മെന്റും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ ആവറേജ് ലോഡ് മാക്സിമം ഡിമാൻഡ് സെയിം ആവാം. അപ്പൊ അന്നേരം ഈ പവർ പ്ലാന്റിന്റെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. കാരണം അത് ഫുള്ളി ഒരു 24 മണിക്കൂർ അതിന്റെ പീക്ക് ഇതിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഡാമേജോ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് പവർ എടുക്കേണ്ടി വരും. അത് എക്സ്ട്രാ ഹയർ കോസ്റ്റിലായിരിക്കും വരിക. അപ്പം ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 വിത്ത് ലോവസ്റ്റ് എനർജി കൺസംഷൻ ആണ് 1 ആകുമ്പോൾ ഉള്ള ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് നമ്മുടെ ലോഡ് ഫാക്ടർ വരുന്ന കോൺസെപ്റ്റ്സ്. അതിന്റെ 2-3 പ്രോബ്ലം ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഡിമാൻഡ് ഫാക്ടറും ലോഡ് ഫാക്ടറും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന പ്രോബ്ലം ആണ്. ഒന്ന് ചെയ്ത് നോക്കി. കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഫോർമുലയിൽ ഇട്ടാൽ മതി. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ്. അപ്പൊ മാക്സിമം ഡിമാൻഡ് അവിടെ വരുന്നത് 20 മെഗാവാട്ട് ആണ്. കണക്റ്റഡ് ലോഡ് വരുന്നത് 43 മെഗാവാട്ട് ആണ്. അപ്പൊ അത് ചെയ്ത് വരുമ്പം 0.465 എന്ന് വരും. ഓക്കെ, അപ്പൊ അടുത്ത സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ലോഡ് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. 43 is equal to 0.465 എന്ന് വരും. ഓക്കെ, അടുത്ത ഇനി ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കുക. ലോഡ് ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അതിൽ മാക്സിമം ഡിമാൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആവറേജ് ഡിമാൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആവറേജിന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് യൂണിറ്റ്സ് ജനറേറ്റഡ് ബീങ് 61.5 ഇൻറ്റു 10⁻⁶ പെർ ആനം. അപ്പൊ ഇത് ഇലക്ട്രിക്കൽ എനർജിയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ ലോഡ് ആവറേജ് ലോഡിലോട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. ആ ടൈമാണ്. അപ്പൊ ഇത് ഇയർ ആണ്. അപ്പൊ ഇയർ ആകുമ്പോഴത്തേക്ക് 61.5 ഇൻറ്റു 10⁻⁶. അതിനെ നമ്മൾ ഇയർ എന്ന് പറയുമ്പോൾ 365 ഇൻറ്റു 24 അവേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പം നമുക്കതിന്റെ വാല്യൂ ഏകദേശം
7020.55. ഇതിൽ നമ്മൾ മേളിൽ നമ്മളിത് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കിലോ വാട്ട് അവർ ആയിരിക്കും. ഇവിടെ നമ്മൾ അവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് കിലോ വാട്ട് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് ലോഡ്. അപ്പം ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 20 മെഗാവാട്ട് ആണ്. അപ്പോൾ ഇവിടെ കിലോ വാട്ട് ആയതുകൊണ്ട് മെഗാവാട്ടിനെ നമ്മൾ കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്രയും വരും. അല്ല, ഫാത്തിമയുടെ അഹലിയുടെ ആൻസർ കറക്റ്റ് ആണ്. 0.351 അടുപ്പിച്ച് വരും. ഓക്കെ, 0.351 ഇതായിരിക്കും നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആസ് എ ഫോളോയിങ് ഡെയിലി ലോഡ് സൈക്കിൾ. അപ്പം ഒരു ദിവസത്തെ ഒരു ലോഡ് സൈക്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പം 0 to 6 അവേഴ്സിൽ അതിൻ്റെ ലോഡ് 40, 6 to 10 ആകുമ്പോൾ 50, അങ്ങനെ 24 അവേഴ്സിൻ്റെ ലോഡ് സൈക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുക, സെക്കൻഡ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ, തേർഡ് ആവറേജ് ലോഡ്, ഫോർത്ത് ലോഡ് ഫാക്ടർ. അപ്പോൾ ആദ്യം നമ്മൾ ലോഡ് കർവ് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ കുറച്ച് ഒന്ന് ഈസി ആയിരിക്കും. അതിനകത്ത് മാക്സിമം ഇല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാം. അതിനകത്ത് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലോഡ് കർവ് ഒന്ന് വരയ്ക്കുക, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. അപ്പോൾ ആദ്യമായിട്ടൊന്ന് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് വരയ്ക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ നമുക്കതങ്ങ് ഒഴിവാക്കി പോവാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം മാക്സിമം ഡിമാൻഡ് മാക്സിമം ഡിമാൻഡ് നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഏത് പീരീഡിലാണോ നമുക്ക് ആ ലോഡ് കൂടുന്നതെന്നോ എത്ര ലോഡാണ് ഇതിക്ക് മാക്സിമം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് 6 പീരീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40, 50, 60, 50, 70, 40 ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മാക്സിമം ലോഡ് ഏതാണോ അത് നമ്മൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായിരിക്കും നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൽ ഈ 16 to 20 അവേഴ്സിൽ വരുന്ന ആ 70 എന്ന് പറയുന്നതാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 70 മെഗാവാട്ട് അല്ലെങ്കിൽ 70 മെഗാവാട്ട് ആണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് കർവ് ഒന്ന് വരയ്ക്കാൻ നോക്ക്. ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നവർ ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ യൂണിറ്റ്സ് ജനറേറ്റഡ് കണ്ടുപിടിക്കുക. അല്ല ഓരോ റെക്റ്റാങ്കിൾ ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ആദ്യത്തേത് ഇത് മൾട്ടിപ്ലൈ നമ്മൾ ഏരിയ ആണ് ഞാൻ എഴുതുന്നത് ഇവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ കിട്ടും. കറക്റ്റ് ആണ്. 1200 മെഗാവാട്ട് പവർ എന്ന് വരും അല്ലേ? കറക്റ്റാ. അപ്പം യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ എന്ന് പറയുന്നത് 1200 മെഗാവാട്ട് അവർ എന്ന് വരും. അപ്പം ഇത് നമ്മൾ യൂണിറ്റ്സ് എന്ന് സാധാരണ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെഗാവാട്ട് അവറിൽ എഴുതാണ്ടിരിക്കുക. നമ്മളത് കിലോ വാട്ട് അവർ തന്നെ യൂണിറ്റ്സ് ആയിട്ട് എഴുതുക. കാരണം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ അത് 1200 മെഗാവാട്ട് അവർ എന്ന് എഴുതാണ്ട് ഇൻറ്റു 10⁻³ ഇത്രയും കിലോ വാട്ട് അവറിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ യൂണിറ്റ് എഴുതുക കേട്ടോ. കാരണം ഇലക്ട്രിസിറ്റി എപ്പോഴും നമ്മൾ യൂണിറ്റ്സ് നമ്മളത് കിലോ വാട്ട് അവറിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുക. അപ്പം 12 ഇൻറ്റു 10⁻5 അല്ലെങ്കിൽ 1200 ഇൻറ്റു 10⁻³ കിലോ വാട്ട് അവർ എന്നോ യൂണിറ്റ്സ് എന്ന് എഴുതാം. ഇനി ആവറേജ് ലോഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് യൂണിറ്റ്സ് കിട്ടി, ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഡെയിലി ലോഡ് സൈക്കിൾ ആണ് എടുക്കുന്നത്. അപ്പോൾ ഡെയിലി ലോഡ് സൈക്കിൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് 24 hours ആണ് വിത്ത് പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പം എനർജി ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അപ്പം 12 ഇൻറ്റു 10⁻5 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. അപ്പം ഇത്രയും ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്താലും കുഴപ്പമില്ല. മെഗാവാട്ടിലാണെങ്കിലും കിലോ വാട്ടിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് 50 മെഗാവാട്ട് എന്ന് വരും, അല്ലെങ്കിൽ 50,000 കിലോ വാട്ട് എന്ന് വരും. ലാസ്റ്റ് ലോഡ് ഫാക്ടർ ആണ്. ലോഡ് ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡ് നമുക്ക് 50 മെഗാവാട്ട് എന്ന് കിട്ടി. മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചു 70 മെഗാവാട്ട് ആണ്. 50/70 എന്ന് വരും. അത് 0.714 എന്ന് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നോക്കിയതിന്റെ ഇന്നലത്തെ 2-3 കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഓരോന്നോരോന്നൊന്ന് നോക്കാം. ഇത് മിക്കത് അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ അണ്ടർ ദി ലോഡ് കവർ റെപ്രസെന്റ്സ്. അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് അത് എന്താണ് വരിക? സൈസ്, ഫോണ്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. അത് ഫോണിൽ കാണുന്നോണ്ടാണോ അതോ എല്ലാവർക്കും ഈ പേജിന്റെ ആണോ അതോ നേരത്തെ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഈ പേജിന്റെ എനിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കട്ടെ ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഏരിയ അണ്ടർ ദി ലോഡ് കർവ് ആണ്. അപ്പം അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഏരിയ കണ്ടുപിടിച്ചതിനകത്ത് ടോട്ടൽ യൂണിറ്റ്സ് ജനറേറ്റഡ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഈക്വൽ ടു ദി മാക്സിമം ഡിമാൻഡ്? ഇത് നമ്മൾ ഇപ്പൊ നോക്കിയതേ ഉള്ളൂ, ക്വസ്റ്റിനെ നോക്കിയതേ ഉള്ളൂ. അതായത് നമുക്ക് ആ ഒരു ലോഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ലോഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് തരുന്നതാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിൽ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ദ പീക്ക് ഓഫ് ദ ലോഡ് കർവ് gives the maximum demand. ഇനി തേർഡ്, ഡ്യൂറിങ് വിച്ച് ടൈം ദ ഡിമാൻഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് മാക്സിമം? ആ 7 PM to 9 PM ആണ്. അത് ആ ഡ്യൂറേഷൻ തരുന്നത് നോക്കി നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ചിലപ്പോൾ 6 PM to 10 PM എന്നുള്ള ഡ്യൂറേഷൻ ആയിരിക്കും തരിക. അപ്പം ആ ഡ്യൂറേഷൻ തരുന്നത് കാരണം ഈവനിങ് ടൈമിലാകുമ്പോഴായിരിക്കും എല്ലാവരും വീട്ടിലും ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഷോപ്പിലും ബാക്കി എല്ലാ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതിലും ലൈറ്റ് ഉണ്ടാവും, സ്ട്രീറ്റ് ലൈറ്റിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ ലോഡ് ഒരുപാട് കൂടുതലായിരിക്കും. ലൈറ്റിംഗ് ലോഡും അല്ല ഫാൻ ലോഡും അങ്ങനത്തെ ഡൊമസ്റ്റിക് ലോഡും കമേഴ്ഷ്യൽ ലോഡും കൂടുതലായിരിക്കും അന്നേരം. അപ്പം കൂടുതൽ ഡിമാൻഡ് വരുന്ന സമയം എന്ന് പറയുന്നത് 7 PM to 9 PM ആണ്. ഓക്കെ, അടുത്ത സൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മാക്സിമം ഡിമാൻഡ് ആണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള റീസണും കൂടെ പറയാമോ? ഓക്കെ, അപ്പൊ നമ്മളിത് ഏതെങ്കിലും ഏത് ഇൻസ്റ്റലേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് വരുന്ന പവറിന്റെ അല്ലെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എത്രയാണ് ഫ്ലോ ചെയ്യുന്നത് നോക്കി വേണം നമ്മൾ അത് ഡിസൈൻ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിനകത്ത് ആവറേജ് ലോഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡിനേക്കാൾ കുറവുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും വരിക. അപ്പം മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മളിപ്പോൾ പർട്ടിക്കുലർ ഒരു ഇൻസ്റ്റന്റിൽ മാക്സിമം ഡിമാൻഡ് 50 MW അല്ലെങ്കിൽ 50 kW ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 30 ആയിരിക്കും. അപ്പം ഈ 30ക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 50 MW ലോഡ് അതിന് എടുക്കാൻ പറ്റില്ല. അന്നേരത്തേക്ക് ആ 50 MW കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അതിനെ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആ കണ്ടക്ടറിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാണ്ട് ഒന്നെങ്കിൽ അതൊരു ഫോൾട്ട് ആയിട്ട് മാറും, കണ്ടക്ടർ ഇതാവും, ഇൻസുലേഷൻ ഒക്കെ ഫെയിലിയർ ആയത് പോവും, ഇതാവും, അല്ലെങ്കിൽ ഫ്യൂസ് ഇതാവും. അതിന് മുന്നേ ഫ്യൂസ് ട്രിപ്പ് ആവേണ്ടതാണ്, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവും. അപ്പം അത് കാരണം നമ്മൾ മാക്സിമം ഡിമാൻഡ് വെച്ചാണ് എപ്പോഴും നമ്മൾ അതിന്റെ ആ ഒരു സൈസ് ആൻഡ് ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഡിമാൻഡ് അതിനേക്കാൾ കൂടുതൽ ഒരു വാല്യൂ വരത്തില്ല, ലോഡ് അതിൽ കൂടെ ഫ്ലോ ചെയ്ത് ലോഡ് അതിനകത്ത് ആ സബ്സ്റ്റേഷനിൽ വരില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടാണ് അതിന്റെ ആ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോഡ് ഫാക്ടേഴ്സ് നമ്മളിപ്പോ നോക്കിയതാണ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. അതിനകത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഓൾവേസ് ലെസ് ദാൻ 1 എന്നുള്ള ഒരു ഇതിൽ വെക്കാം. അടുത്ത, വിച്ച് പവർ പ്ലാന്റ് ഹാസ് മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്?
അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് തന്നെയാണ്. കാരണം അതിൽ ഫ്യൂവലിന്റെ ആവശ്യമില്ല. പിന്നെ അതിനകത്ത് ഓപ്പറേറ്റിംഗ് പേഴ്സണലിന്റെ അതിനകത്തെ സ്റ്റാഫിന്റെ റിക്വയർമെന്റും കുറവാണ്. അപ്പം അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി മറ്റേ തെർമലും ന്യൂക്ലിയറും ഗ്യാസും ഒക്കെ ആകുമ്പോൾ അതിനകത്ത് ഫ്യൂവലിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മിനിമം ആയിട്ട് വരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? അപ്പൊ അതിൽ സോളാറും അല്ല ഹൈഡ്രോ അല്ല. പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് തെർമലും ഉണ്ട്, ന്യൂക്ലിയറും ഉണ്ട്. അതിൽ ഏതാണ് കൂടുതൽ വരിക? അതിൽ തെർമൽ പവർ പ്ലാന്റിനാണ് ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കേട്ടോ. കാരണം അത് ഫ്യൂവൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ, 1 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം കോളിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ആയിരിക്കും 1 കിലോഗ്രാം ഫ്യൂവലിന് വരിക, ന്യൂക്ലിയർ ഫ്യൂവലിന് വരിക. പക്ഷെ നമുക്ക് അത്രയും 1 കിലോഗ്രാം കോളുകൊണ്ട് അല്ല 1 കിലോഗ്രാം ന്യൂക്ലിയർ ഫ്യൂവൽ വെച്ച് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമുക്ക് 1 ടൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെയിറ്റ് വരുന്ന കോൾ വെച്ച് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തെർമൽ പവർ പ്ലാന്റിനാണ് ന്യൂക്ലിയറിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പവർ പ്ലാന്റ് ഹാസ് ദി ലോങ്സ്റ്റ് ഫിസിക്കൽ ലൈഫ്? സി ആൻസർ കറക്റ്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ലൈഫ് ഉള്ളത്. അപ്പൊ അതിന്റെ റേഞ്ച് പറയുവാണെങ്കിൽ ഈ തെർമൽ പവർ പ്ലാന്റിന്റെ ലൈഫ് ഏകദേശം ഒരു 15 to 25 ഇയേഴ്സ് ആണ്. ന്യൂക്ലിയറിന്റെ വരുമ്പോഴത്തേക്ക് ഏകദേശം 30 to 60 ആ റേഞ്ച് ആണ്. ഇപ്പൊ ഒരു പുതിയൊരു ടൈപ്പ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ പ്രപ്പോസലിലുണ്ട്. പ്രപ്പോസലിലല്ല, ഒരു ഡിസൈനിങ് സ്റ്റേജിലൊക്കെ തന്നെയാണ്. അത് ഒരു 100 ഇയേഴ്സ് ഒക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല. അതിന്റെ പേരെന്ന് പറയുന്നത് സെഞ്ചുറിയൻ റിയാക്ടർ എന്ന് പറയും. ഇത് ഇപ്പോൾ നമുക്ക് ഐഡിയയിലാന്ന് വേണമെങ്കിൽ പറയാം. അത് ഡിസൈനിങ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പൊ അത് 100 ഇയേഴ്സ് ഒരു ഫിസിക്കൽ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അറൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ ഒരു കൺസ്ട്രക്ഷൻ, ഡാമും അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ ഇടുക്കിയിലെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരു ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 80 ഇയേഴ്സ് അടുപ്പിച്ചുണ്ട്. ഈ തെർമലിന്റെ ഏകദേശം അതേ റേഞ്ച് തന്നെയാണ് ഡീസലിനും വരിക. ഓക്കെ, അപ്പൊ അത് വെച്ച് കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇൻ എക്സിസ്റ്റൻസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ലൈഫ് ഉള്ളത്. ഓക്കെ, അപ്പൊ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സ് ക്യാൻ പ്രൊവൈഡ് ദി ഹയസ്റ്റ് ലോഡ് ഫാക്ടർ? അപ്പൊ ഏത് ടൈപ്പ് കൺസ്യൂമേഴ്സ് ആയിരിക്കും ഹയസ്റ്റ് ലോഡ് ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുക?
ഇപ്പൊ ലോഡ് ഫാക്ടറിന്റെ ഡെഫിനേഷൻ ഓർത്താൽ മതി. ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ അതിനകത്ത് ഹയസ്റ്റ് ലോഡ് ഫാക്ടർ വരണമെങ്കിൽ അതിനകത്ത് ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് അതിന്റെ ലോഡ് ഫാക്ടർ ഹയസ്റ്റ് ആവും എന്നുള്ളത്. സ്മിജുവിന്റെ ജിൻസിയുടെ ആൻസർ കറക്റ്റ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് പ്ലാന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ എടുക്കുവാണെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമറിന്റെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിന്റെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ, രാവിലെ നമ്മൾ കുറച്ച് ഉപയോഗിക്കും, ഉച്ചയ്ക്ക് കുറച്ച് കൂടുതലാവും, രാത്രി നല്ല കൂടുതലായിരിക്കും, പിന്നെ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒരു നല്ലൊരു വ്യത്യാസമുണ്ട്. മാക്സിമം ഡിമാൻഡും ആവറേജ് ഡിമാൻഡും അല്ലെങ്കിൽ ആവറേജ് ലോഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റീൽ മെൽറ്റിംഗ് യൂണിറ്റ് യൂസിങ് ആർക്ക് ഫർണസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റീൽ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ലോഡ് ഹൈ ലോഡ് വരുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് അവിടെ ലോഡ് വരുന്നില്ല. അപ്പോഴും അവിടെ നിന്നാണെങ്കിൽ തന്നെ നമ്മുടെ ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ്. അതിനകത്ത് കംപ്രസർ വർക്ക് ചെയ്യുമ്പോഴാണ് ലോഡ് എടുക്കുക. അപ്പൊ കംപ്രസർ വർക്ക് ചെയ്ത് ഏകദേശം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കംപ്രസർ അതൊരു ഐഡിൽ സ്റ്റേജിലായിരിക്കും പോവുക. അപ്പൊ അന്നേരം ലോഡൊന്നും അധികം എടുക്കുന്നില്ല. പക്ഷെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് റൗണ്ട് ദ ക്ലോക്ക് അല്ലെ 24 hours അത് ലോഡ് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇതെടുത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും ഏകദേശം സെയിം ആയിട്ട് വരും. അന്നേരം നമുക്ക് അത് ലോഡ് ഫാക്ടർ ഹൈ ആയിട്ടായിരിക്കും. ഓക്കെ, ദ നോർമൽ കണക്റ്റഡ് ലോഡ് ഓഫ് എ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് യൂഷ്വലി എത്രയായിരിക്കും? അതൊരു ഇത്തിരി ഒരു റഫ് ആയിട്ടുള്ളൊരു ആൻസറാണ് പറഞ്ഞേക്കുന്നതിനകത്ത്. എ ആൻസർ കറക്റ്റ് ആണ്, അപ് ടു 10 kW. അടുത്ത 11th ക്വസ്റ്റ്യൻ. ഇൻ എ സിസ്റ്റം ഇഫ് ദ ബേസ് ലോഡ് സെയിം ആസ് ദി മാക്സിമം ഡിമാൻഡ് ദ ലോഡ് ഫാക്ടർ വിൽ ബി. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റത്തിൽ അതിന്റെ ബേസ് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും റൺ ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ പറഞ്ഞ ബേസ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം ആ ബേസ് ലോഡ് മാക്സിമം ഡിമാൻഡുമായിട്ട് സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടുന്ന ലോഡ് അത് തന്നെയാണ് അതിന്റെ മാക്സിമം ഡിമാൻഡ്. അതായത് എപ്പോഴും ഈ സെയിം ലോഡ് തന്നെയാണ് ഓടുന്നത്. അതിനകത്ത് അതിന്റെ ലോഡ് കർവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ ലോഡ് കർവ് വരുന്നത്. എന്നാലേ അതിന്റെ ബേസ് ലോഡും മാക്സിമം ഡിമാൻഡും സെയിം ആയിട്ട് വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ അല്ലെ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു കർവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നില്ല, സെയിം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അത് തന്നെയാണ് ഇതിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നതും. അപ്പൊ ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് വരുന്ന കേസാണ്. അപ്പൊ അതിനകത്തെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ 12th ക്വസ്റ്റ്യൻ എന്ന് ചെയ്യുക. എ സിസ്റ്റം ഹാവിംഗ് കണക്റ്റഡ് ലോഡ് ഓഫ് 100 kilowatt, peak load of 80 kilowatt, base load of 20 kilowatt and average load of 40 kilowatt will have a load factor of എത്രയാണ് ചോദിച്ചിരിക്കുന്നത്?
ഓക്കെ, എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നതിലല്ലാണ്ട് വേറെ ആരും ആൻസർ പറയുന്നില്ലല്ലോ. നെറ്റ്വർക്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ. അജയ് ഒക്കെ ഇപ്പം എന്ത് പറ്റി അജയ്? അജയ് ഒക്കെ ഭയങ്കര നെറ്റ്വർക്കിൽ ഭയങ്കര റെസ്പോൺസീവ് ആയിരുന്നല്ലോ. ആ ഓക്കെ. ഓക്കെ, അപ്പൊ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയായിരുന്നു ഇപ്പൊ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ്. അപ്പം ആവറേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് 40 ആണ്. പീക്ക് ലോഡ് ആണ്, അതിനകത്ത് മാക്സിമം ഡിമാൻഡിന് പകരം പീക്ക് ലോഡ് എന്നാണ് തന്നിരിക്കുന്നത്. 80 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 0.5 ആണ്. പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 50% ആയിരിക്കും. അപ്പോൾ 13th ലോഡ് ഡ്യൂ ടു 1 ടൺ എയർ കണ്ടീഷണർ ഇസ് നിയർലി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആണ്. 1 കിലോവാട്ട് ടു 2 കിലോവാട്ട്, അത് ഏകദേശം ഒരു സ്പ്ലിറ്റ് എ സി ഒക്കെ ആണെങ്കിൽ 1.1 കിലോവാട്ട് ആണ് പറയാ 1 ടൺ ആണെങ്കിൽ. പിന്നെ പല ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സാക്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു റേഞ്ച് തന്നത്, 1 കിലോവാട്ട് ടു 2 കിലോവാട്ട്. ഓക്കെ, ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത് പീക്ക് ലോഡ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് അറ്റ് ഡാഷ് ലോഡ് ഫാക്ടർ വെയറാസ് ബേസ് ലോഡ് ബേസ് ലോഡ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് അറ്റ് ഡാഷ് ലോഡ് ഫാക്ടർ. അതിനകത്ത് എ തന്നെയാണ് ആൻസർ. നമുക്കത് എങ്ങനെ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു റഫ് ആയിട്ടൊരു ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫാന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ലോഡാണ്. ഞാൻ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം ഇതാന്ന് വിചാരിക്കുക, നമ്മുടെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ പീക്ക് ലോഡായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ലോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പം ഇതിനകത്ത് ആവറേജ് ലോഡ് എന്ന് പറയുന്നത്, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ എടുത്തത് 20, ഇത് 30, ഇതൊരു 100 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആവറേജ് ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ 30 ഡിവൈഡഡ് ബൈ 100 വരും അല്ലെ. അതായത് 0.3 അടുപ്പിച്ചാണ് ഇത് വരുന്നത്. അതായത് വേറെ നോക്കണ്ട, പീക്ക് ലോഡ് സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ് ആണ് പീക്ക് ലോഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പീക്ക് ലോഡ് വരുമ്പോൾ മാത്രം. അപ്പൊ ഈ പീക്ക് ലോഡ് വരുമ്പം ഈ പീക്ക് ലോഡും ആവറേജ് ലോഡും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അന്നേരം ആ ഒരു നല്ല വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഈ പീക്ക് ലോഡ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ ബേസ് ലോഡ് സ്റ്റേഷന് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇതാണെങ്കിൽ, കപ്പാസിറ്റിയിലുള്ള ലോഡ് ആണെങ്കിൽ അതങ്ങ് ഓപ്പറേറ്റ് ചെയ്തോളും. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തുമ്പോഴാണ് ഈ നമുക്ക് പീക്ക് ലോഡ് സ്റ്റേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്.
അപ്പം ആ പീക്ക് ലോഡ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പീക്ക് ലോഡും ആവറേജ് ലോഡും തമ്മിലുള്ള ഡിഫറൻസ് നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ലോഡ് ഫാക്ടർ ഭയങ്കര ലോ ആയിരിക്കും. ഇനി നിങ്ങൾ ബേസ് ലോഡ് നോക്കുക. ബേസ് ലോഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 24 അവേഴ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പവർ സ്റ്റേഷൻ അല്ലെ പവർ പ്ലാന്റിനാണ് നമ്മൾ ബേസ് ലോഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓൾമോസ്റ്റ് ആവറേജ് ലോഡിന് അടുപ്പിച്ചായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീക്ക് ലോഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പീരീഡിലായിരിക്കും പീക്ക് ലോഡ് വരിക. നമ്മളിപ്പം ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രാത്രി ഒരു 6 to 9 അല്ലെങ്കിൽ 6 to 10 ആ ഒരു 4 അവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 24 മണിക്കൂറിൽ 4 മണിക്കൂർ മാത്രമേ നമുക്ക് ആ പീക്ക് ലോഡ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് വരുന്നുള്ളൂ. അപ്പം ഈ പീക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പീരീഡ് ആയതുകൊണ്ട് ആവറേജ് ലോഡ് എന്ന് പറയുന്ന ആ വാല്യൂ ബേസ് ലോഡിനോട് അടുത്തായിരിക്കും വരിക. അപ്പം നമ്മൾ ഈ സെയിം ഫോർമുല ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് നമ്മൾ ബേസ് ലോഡിനുള്ള ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു ഹൈ ലോഡ് ഫാക്ടർ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടറും പിന്നെ അതിന്റെ ഒരു 1-2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്താന്ന് നോക്കാം. ഫോർമുല അറിയാവുന്നവരൊന്ന് പറയാം. അപ്പൊ ഇതൊരു പവർ പ്ലാന്റ് അല്ലെ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ സബ് സ്റ്റേഷനിൽ വരുന്ന ഒരു വാല്യൂ ആണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വരുന്നത്. അതായത് കുറെ കസ്റ്റമേഴ്സ് ഇതിലുണ്ടാവും സബ് സ്റ്റേഷന്റെ അടിയിൽ. അപ്പൊ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ ആ കസ്റ്റമേഴ്സിന്റെ എല്ലാം മാക്സിമം ഡിമാൻഡ് നമ്മൾ എടുക്കുക, സം എടുക്കുക. സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ. അപ്പൊ ഇത് ഓർക്കേണ്ട കാര്യം, ഇത് രണ്ടും സെയിം അല്ല, സെയിം വാല്യൂ അല്ല. അതായത് മാക്സിമം ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് പലതും പല സമയത്തായിരിക്കും വരിക. മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസ്യൂമേഴ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ചിലത് ഓവർലാപ്പിംഗ് ആയിട്ടായിരിക്കും വരിക. അതായത് ചില കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ചില ഫാക്ടറീസ് രാവിലെ മാത്രമേ ഓടത്തുള്ളൂ, ചില ഫാക്ടറീസ് ഉച്ചയ്ക്ക് ഓടുള്ളൂ, ചില ഫാക്ടറീസ് രാത്രി ഓടുള്ളൂ. അപ്പൊ അങ്ങനെ പലതും പല ടൈം പീരീഡിൽ ഓടുമ്പോഴത്തേക്ക് പലരുടെ മാക്സിമം ഡിമാൻഡും പല ടൈമിങ്ങിലാണ് അല്ലെ. ഇനി ചിലപ്പോൾ ചില രണ്ട് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ അന്നേരം ഈ ഓരോ കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡും മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷനും തമ്മിൽ ആ ഒരു വ്യത്യാസം ഉണ്ട്, അത് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരത്തെ നോക്കിയതുപോലെ നമുക്ക് ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് അതൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇതിലോട്ട് പോവാം. അപ്പൊ അതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ ഒരു ഡീസൽ station supplies the following loads to various consumers. ഒരു ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിന് ആ ഡീസൽ പവർ പ്ലാന്റ് കൊടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 1500 കിലോ വാട്ട് ആണ്. ഒരു കമേഴ്ഷ്യൽ കൺസ്യൂമറിന് കൊടുക്കുന്നത് 750 കിലോ വാട്ട്. പിന്നെ ഡൊമസ്റ്റിക് പവറിന് 100 കിലോ വാട്ട്, ഡൊമസ്റ്റിക് ലൈറ്റിന് 450 കിലോ വാട്ട്. ഇനി ആ മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് 2500 കിലോ വാട്ട് ആണ്. ഇനി ടോട്ടൽ എനർജി ജനറേറ്റഡ് തന്നിട്ടുണ്ട്, കിലോ വാട്ട് അവറിൽ എനർജി ജനറേറ്റഡ് പെർ ഇയർ തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടറും പറഞ്ഞിട്ടുണ്ട്, ആനുവൽ ലോഡ് ഫാക്ടറും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കാവോ? ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ ആ ഡെഫിനേഷൻ എന്താന്നുള്ളത് ക്ലിയർ ആയിക്കോളും. നമ്മൾ ഫോർമുല എഴുതിയത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം.
ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഓൾ കൺസ്യൂമേഴ്സ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ. അപ്പം ഈ ലോഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ഈക്വൽ ടു 1500 kW. അത് അതിന്റെ മാക്സിമം ഡിമാൻഡ് ആണ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിന് 1500 W കണക്റ്റഡ് ലോഡ് ഉണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും അത് എടുക്കില്ല. മാക്സിമം എടുക്കുന്ന പവർ എന്ന് പറയുന്നത് ആണ് 1500 kW. ചിലപ്പോൾ ഇനി അവരുടെ ലോഡ് ഫങ്ഷനിങ് അതനുസരിച്ച് അവർ കുറയ്ക്കുമായിരിക്കും. പക്ഷെ ആസ് പെർ ദ ലോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ KSEB പോലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഇപ്പൊ വെൽഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി അറിയിക്കണമെന്നാണ്. നമ്മൾ ഹയർ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുൻകൂട്ടി KSEBയിലോ അങ്ങനത്തെ ഇതിൽ അറിയിച്ചിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ എന്നാണ് ആസ് പെർ ദ ലോ. ഇല്ലെങ്കിൽ അതിന് അവർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കാമോ എന്നുള്ളതാണ് അതിന്റെ ലോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന ലോഡിനേക്കാൾ പെട്ടെന്ന് ഒരു ലോഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്യാണ്ട് എടുക്കരുതെന്നാണ് അതിന്റെ റൂള്. അപ്പം ഇതും അതേപോലെ തന്നെയാണ്. 1500 kW എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം വരാൻ പറ്റുന്ന ലോഡാണ്, എടുക്കുന്ന ലോഡാണ് 1500. അപ്പൊ അതേപോലത്തെ ഓരോ ഇതിന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ കൺസ്യൂമറിന്റെ സമ്മ് ആഡ് ചെയ്താൽ, ഐ മീൻ മാക്സിമം ഡിമാൻഡ് ആഡ് ചെയ്താൽ മതി. 1500 പ്ലസ് 750 പ്ലസ് പിന്നെ ഡൊമസ്റ്റിക് പവർ വരുന്നത് 100, ഡൊമസ്റ്റിക് ലൈറ്റ് വരുന്നത് 450. ഇനി മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ തന്നിട്ടുണ്ട് 2500 kW ആണുള്ളത്. അപ്പം അത് ഈക്വൽ ടു ചെയ്ത് വരുമ്പം കറക്റ്റ് ആണ്. ജിൻസി അഹല്യ ജംഷിയിലേക്ക് കിട്ടിയത് കറക്റ്റ് ആണ്. 1.12 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഇനി രണ്ടാമത് ചോദിച്ചേക്കുന്നതാണ് ആനുവൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ലോഡ് ആണ്, അല്ലെ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ ആവറേജ് ലോഡ് ഇതിനകത്ത് കണ്ടുപിടിക്കണം അല്ലെ ആദ്യം. അപ്പൊ ഇതിനകത്ത് വേറൊരു സാധനം തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്പർ ഓഫ് kW ജനറേറ്റഡ് പെർ ഇയർ തന്നിട്ടുണ്ട്. അപ്പം ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ജനറേറ്റഡ് ബൈ ടൈം ആണ് അല്ലെ. അപ്പം ഇതിനകത്ത് 45 ഇൻറ്റു 10⁵ അത് ഇയറിലാണ്. അപ്പം 365 ഇൻറ്റു 24 ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അത് 513.7 kW എന്ന് വരും ആവറേജ് ലോഡ്. ഓക്കെ, അപ്പം മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 2500 തന്നിട്ടുണ്ട്. .205 എന്ന് വരും ആനുവൽ ലോഡ് ഫാക്ടർ. എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് എടുത്തപ്പോൾ ലോഡ് ഫാക്ടറും ഡിമാൻഡ് ഫാക്ടർ എടുത്തപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂസും അതിന്റെ ഇമ്പോർട്ടൻസും നോക്കിയായിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ അതിന്റെ ഇമ്പോർട്ടൻസും വാല്യൂസും ഒക്കെ നോക്കാം. അപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1. ഏത് റേഞ്ച് ആയിരിക്കും വരിക? നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിനകത്ത് 1.12 ആണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അല്ലെങ്കിൽ ആ പ്ലാന്റ് ആ ഒരു ഒറ്റ കൺസ്യൂമറിന് മാത്രം. ഇപ്പൊ നമുക്ക് ഇവിടെ വിചാരിക്കുക, ഇവിടെ ഒരു 2500 kW സ്റ്റേഷനിൽ ആകെ ഒരൊറ്റ കൺസ്യൂമറേ ഉള്ളൂ എന്ന് വിചാരിക്കുക.
അപ്പോൾ 2500 kW ഒരൊറ്റ കൺസ്യൂമർ വെക്കുക എന്ന് പറഞ്ഞാൽ അത് 2500 W ഒരു കിലോ വാട്ടിന്റെ കൺസ്യൂമർ തന്നെ വെച്ചാൽ മതി. അതിനേക്കാൾ കുറഞ്ഞ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ മാക്സിമം അതിനകത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും വരിക. ഓക്കെ, ഫുൾ ടൈം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ 1 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരിക. ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടി നിൽക്കുന്നതാണോ അതോ കുറഞ്ഞു നിൽക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒപ്റ്റിമൽ വാല്യൂ, അതായത് ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഫാക്ടർ വേണോ അതോ കുറഞ്ഞാണോ വേണ്ടത്? ഗ്രേറ്റർ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് കൂടെ പറയാമോ? ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പം ഇതൊരു 4 പവർ പ്ലാന്റ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കിയതുപോലെ ഒരു 4 പവർ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇത് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ആ പീക്ക് ഇത് വരുത്തുന്ന ഡിഫറെന്റ് ടൈമിങ്ങിലാണ് അല്ലേ. ഞാൻ ടൈമിംഗ് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 0 to 4 എന്നുള്ള ഒരു ഗ്യാപ്പിലാണ് ഈ ലോഡ് 1 എന്ന് പറയുന്നത് കൂടുതലും പീക്ക് ലോഡ് വരുന്നത്. 4 to 12 ഇടയ്ക്കാണ് പീക്ക് ലോഡ് സെക്കൻഡ് പവർ പ്ലാന്റിന് വരുന്നത്. 8 to 16 ഇടയ്ക്കാണ് തേർഡിന്റെ പീക്ക് ലോഡ് വരുന്നത്. 16 to 24 ഫോർത്തിന്റെ പീക്ക് ലോഡ് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഒരിക്കലും ഇത് 4 പീക്ക് ലോഡ് ഒരുമിച്ച് വരാത്തത് കൊണ്ട് നമ്മളിത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മേളിലത്തെ ഭാഗത്തിലാണ് നമുക്ക് കൂടുതൽ ഇത് വാല്യൂ വരുന്നത് അല്ലെ, ന്യൂമറേറ്ററിലാണ് കൂടുതൽ വരുന്നത്. അതായത് സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഓൾ കൺസ്യൂമേഴ്സ്. അതായത് ഞാൻ അതിന്റെ ഒരു വാല്യൂം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ 10 മെഗാവാട്ട്, ഇതിന്റെ 9 മെഗാവാട്ട്, ഓക്കെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10 ഓരോ ലോഡിന്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഐ മീൻ മാക്സിമം ലോഡ് ഡിമാൻഡ് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ. ഈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ ഇവിടെ വരുന്നത് 14 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പൊ 14 വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും ടോട്ടൽ? 19, 29, 43 ഡിവൈഡഡ് ബൈ 14 വരും. അത് 3.07 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈ ഒരു കേസിൽ. ഇനി വേറൊരു കേസ് നമുക്ക് എടുക്കാം. വേറൊരു കേസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ 4 ലോഡും ഒരുമിച്ച് വരുന്ന കേസ് എടുക്കാം. അതായത് 1, 2, 3, 4 ഈ 4 ലോഡും ഓപ്പറേറ്റ് ചെയ്യുന്ന സെയിം ആകുമ്പോഴത്തേക്ക് അതിന്റെ മാക്സിമം ഡിമാൻഡ് ഇങ്ങനെ കൂടി വരും അല്ലെ ആ പീരീഡിൽ. അപ്പൊ ഇതിന് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10, 9, 10, 14 ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും. അപ്പം ഈ ഒരു ഇതിലായിരിക്കും ഇതിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 10, 19, 29, 43 വരും. 43 മെഗാവാട്ട് ആയിരിക്കും ആ പ്ലാന്റിന്റെ തന്നെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഏകദേശം അത് 1 അടുത്ത് വരും അതിന്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഈ കേസ് 1 നമുക്ക് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ വെക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 14 കിലോവാട്ടിന്റെ ജനറേറ്റിംഗ് സ്റ്റേഷൻ വെച്ചാൽ മതി. കാരണം അതിനകത്ത് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 14 കിലോവാട്ടേ ഉള്ളൂ. അപ്പൊ അത് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒരു അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഈ ലോഡ് ഫുള്ള് സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കേസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിമാൻഡ് എല്ലാം ഒരേ സമയത്ത് വരുന്നത് കൊണ്ട് അവിടെ 43 കിലോ വാട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര സബ്സ്റ്റേഷൻ വേണം. അപ്പം ഇതിപ്പോൾ ചെറിയൊരു കിലോ വാട്ട് റേഞ്ച് ആയതുകൊണ്ട് വലിയൊരു ഇത് തോന്നത്തില്ല നമ്മൾ. പക്ഷേ മെഗാവാട്ട് റേഞ്ച് കണക്കാണ് നമുക്കുള്ള സപ്ലൈ ഡിമാൻഡും എല്ലാം വരുന്നത്. അപ്പോൾ അന്നേരം അതിൻ്റെ ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റും അന്നത്തെ ഫ്യൂവലും എല്ലാം കൂടി കൂടി വരും. അപ്പം ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഓരോ ലോഡ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ടൈമിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ആ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള കപ്പാസിറ്റി നമുക്ക് അത്രയും കുറയ്ക്കുകയും ചെയ്യാം, നമുക്ക് അത്രയും കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹയർ ആയിട്ട് വെക്കുക. ഇനി ഇത് പല പി എസ് സിയിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് രണ്ടും മിക്സ് ചെയ്തായിരിക്കും ചോദിക്കുക. ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെയും ലോഡ് ഫാക്ടറിന്റെയും കൂടെ ഒരുമിച്ച് നമ്മളിപ്പോൾ നോക്കിയതുപോലെ ഡിസൈറബിൾ ആയിട്ടുള്ള വാല്യൂസ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഓപ്ഷൻ വന്നിട്ട് ഹയർ ലോഡ് ഫാക്ടർ ആൻഡ് ഹയർ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണോ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെ അതേപോലെ. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ഈ സെയിം നമുക്ക് ലോഡ് താങ്ങാൻ വേണ്ടി നമുക്ക് കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൂടിയ റേറ്റിംഗ് ഉള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻ വേണം. പിന്നെ അതുമല്ല, ഈ കൂടിയ റേറ്റിംഗ് ഉള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാലും ബാക്കി ഇത്രയും സമയത്ത് ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഐഡിലാണ് അല്ലെ. ഈ ഇത്രയും ഒരു ലോഡിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ വെച്ചു. പക്ഷേ ഈ 24 മണിക്കൂർ ഇത് ആകെ 6 മണിക്കൂർ ഇത് ഓടുന്നുള്ളൂ എങ്കിൽ ഇത് ബാക്കി 18 മണിക്കൂർ, 24 മണിക്കൂറിൽ ബാക്കി 18 മണിക്കൂർ ഇത് ഐഡിലാണ്. അപ്പൊ അന്നേരം അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകമും കിട്ടുന്നില്ല. പക്ഷെ ഏകദേശം ഫുള്ള് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ഇതിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ അതിൽ നിന്ന് ഒരു ഇൻകം മേക്ക് ചെയ്യുന്ന സോഴ്സുമായി അതോടൊപ്പം നമ്മുടെ മെയിൻ പ്രൈമറി ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റേറ്റിംഗ് ഉള്ള ജനറേറ്റിംഗ് യൂണിറ്റ് നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ വെച്ചുള്ള നമ്മുടെ അഡ്വാൻറ്റേജ്, അല്ലെ ആ കോൺസെപ്റ്റ് വെച്ചുള്ള അഡ്വാൻറ്റേജ്. അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് നിർത്താം. നമ്മൾ ആദ്യം എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷനിൽ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കിയത് അതിനകത്ത് പല ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ടാവും നമ്മുടെ പവർ സിസ്റ്റത്തിൽ, ആ പല ടൈപ്പ് ഓഫ് ലോഡ് ഏതാന്ന് നോക്കി. പിന്നെ അതിന്റെ ഡെഫിനേഷൻസ് നോക്കി. പിന്നെ അതിന്റെ ഓരോ ഫാക്ടേഴ്സിൽ നമ്മൾ ആദ്യം നോക്കിയത് ഡിമാൻഡ് ഫാക്ടർ ആണ്. അപ്പോൾ ആ ഡിമാൻഡ് ഫാക്ടറിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിസൈറബിൾ വാല്യൂ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ലോഡ് ഫാക്ടർ നോക്കി, ആ ലോഡ് ഫാക്ടറിന്റെ വാല്യൂസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. നമുക്ക് ഹയർ ലോഡ് ഫാക്ടർ ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ പ്രോബ്ലംസും കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ നോക്കി. ഡൈവേഴ്സിറ്റി ഫാക്ടർ നോക്കിയപ്പോൾ നമ്മൾ അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. മറ്റേ ലോഡ് ഫാക്ടറും ഡിമാൻഡ് ഫാക്ടറിലും അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടറിൽ വരുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം ഇത്രയും നോക്കിയിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരാവുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് ഈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും പ്ലാന്റ് യൂസ് ഫാക്ടറും എന്നൊക്കെ ഉള്ള അധികം കോമൺ ആയിട്ടുള്ള ടേംസ് ആയിരിക്കില്ല. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് ഈ ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പം ഈ പ്ലാന്റ് യൂസ് ഫാക്ടർ, ആ കപ്പാസിറ്റി ഫാക്ടർ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പം ഇതൊന്ന് നോക്കിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു എളുപ്പമായിരിക്കും നിങ്ങൾ അപ്പം പറയുമ്പോഴത്തേക്ക്, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡേ കാണാം.